ശ്രീജിത, കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് വലിയൊരു ഭീകരാക്രമണമുണ്ടായി. വേറെ എവിടെയുമല്ല, നമ്മുടെ ജമ്മു കാശ്മീരിൽ തന്നെയാണ്. ഒരു തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ഒരു ബസ്സിന് നേരെ ഭീകരർ വെടിയുതിർത്തു. ഒരു കുഞ്ഞടക്കം 10ഓളം പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 30ലധികം പേർക്ക് പരിക്കുകൾ പറ്റി. ഈ സംഭവത്തെക്കുറിച്ച് ശ്രീജിത എവിടെയെങ്കിലും വായിച്ചിരുന്നോ? സത്യത്തിൽ കൃഷ്ണ പറയുമ്പോഴാണ് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ഞാൻ എവിടെയും ഇതിൻ്റെ വാർത്തകൾ കണ്ടിരുന്നില്ല. സാധാരണ ഈ ഒരു ഭീകരാക്രമണമാണ്, കൃഷ്ണ പറഞ്ഞല്ലോ, ജമ്മു കാശ്മീരിൽ ഒരു ഭീകരാക്രമണമാണ് ഉണ്ടായത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ പ്രതികരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. ഇന്ത്യക്ക്, അതായത് നമ്മൾ പുറമേയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ വിഷയമെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റസും ഞാൻ കണ്ടില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണെന്ന് പറഞ്ഞു, പക്ഷേ 2 ദിവസമായിട്ടും ഇതിൻ്റെ ഒരു വാർത്തയും കാര്യമായി ഞാൻ കണ്ടില്ല. ആരുടെയും സ്റ്റാറ്റസുകളിൽ ഇത്തരമൊരു സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചതായി ഞാൻ കണ്ടില്ല. എന്തായിരുന്നു ജമ്മു കാശ്മീരിൽ ഉണ്ടായതെന്ന് പറയാമോ? ഞാൻ അറിഞ്ഞില്ല സംഭവം. മറ്റൊന്നുമല്ല, ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാറ്റസുകളിലൂടെയൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ അറിയാറ്. പക്ഷെ ഇതറിഞ്ഞില്ല, നിർഭാഗ്യം എന്ന് തന്നെ വേണം പറയാനായിട്ട്. മറ്റൊന്നുമല്ല സംഭവിച്ചത്, കശ്മീരിലെ റിയാസി ജില്ലയിലാണ് ആക്രമണം ഉണ്ടായത്. വൈഷ്ണോദേവി ക്ഷേത്രത്തിലെ, കശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിനെത്തിയ ഒരു സംഘം ഭക്തർ അവർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ, അവരുടെ ഡ്രൈവർക്ക് നേരെ ആദ്യം അവിടെ ഒളിഞ്ഞിരുന്നിരുന്ന ഭീകരർ വെടിയുതിർത്തു. തൽക്ഷണം തന്നെ ഡ്രൈവർ മരിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ട ഈ ബസ് നേരെ ആഴത്തിലുള്ള കൊക്കയിലേക്ക് മറിഞ്ഞു. 10ഓളം പേരാണ് അവിടെ വെച്ച് മരിച്ചത്. എന്നാൽ പോലും ഈ ആളുകൾ മരിക്കുന്നത് വരെ അവിടെ രക്ഷപ്പെട്ടു പോന്നിട്ടുള്ള ആളുകൾ പറഞ്ഞത് പ്രകാരമാണ്, തങ്ങൾ മരിക്കുന്നുണ്ടോ എന്നറിയുന്നത് വരെ, ഓരോരുത്തരും മരിക്കുന്നത് വരെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് വെടിയുതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇവർ മരിച്ചതായിട്ട് അഭിനയിക്കേണ്ടി വന്നു എന്നാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട പലരും അനുഭവം പങ്കുവച്ചത്. കൃഷ്ണ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ക്രൂരമായ ഒരു ആക്രമണമാണ് ഉണ്ടായത് എന്ന്. അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും എന്താ പറയുക, വളരെ പൈശാചികമായൊരു ആക്രമണമാണ് നടന്നതെന്ന് പറയാം. ഇപ്പോൾ ഈ ഭീകരവാദത്തെക്കുറിച്ച് അല്ലെങ്കിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭീകരവാദം ഒരു ആഗോളതലത്തിൽ തന്നെ, നമ്മൾ ഇന്ത്യ മാത്രമല്ല എല്ലാ രാജ്യങ്ങളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഭീകരവാദം എന്നത്. പക്ഷെ പലപ്പോഴും ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ എല്ലാവരും നിസ്സാരവത്കരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനൊരു കാരണം, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വാർത്ത ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം ആരുടെയും സ്റ്റാറ്റസുകളിൽ ഇത് കണ്ടില്ല. കശ്മീരിന് വേണ്ടി ഒരു ക്യാമ്പയിനും ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടതാണ്, എല്ലാ കണ്ണുകളും റഫേലേക്ക്. ഇസ്രായേൽ റഫേലെ ഒരു അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഒരു വ്യോമാക്രമണം നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേ പേർ കൊല്ലപ്പെടുന്നു. സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം ക്രൂരമായി ഇസ്രായേൽ കൊലപ്പെടുത്തി എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു. അത് വലിയ ചർച്ചാ വിഷയമാകുന്നു. ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാകുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനം നമ്മുടെ കേരളത്തിലും ഉണ്ടാകുന്നു. കേരളത്തിലെ ആളുകൾ സ്റ്റാറ്റസുകളുമായി വരുന്നു, എല്ലാ കണ്ണുകളും റഫേലേക്ക് എന്നുള്ള തരത്തിൽ ക്യാമ്പയിനുകൾ ഉണ്ടാകുന്നു, പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിനിമാ താരങ്ങൾ ദുൽഖർ സൽമാൻ ഉൾപ്പെടെ അതിൻ്റെ ചിത്രം പങ്കുവെച്ച് എല്ലാ കണ്ണുകളും റഫേലേക്ക് എന്നുള്ള തരത്തിൽ ക്യാമ്പയിനിൻ്റെ ഭാഗമാകുന്നു. പക്ഷേ ഇവരൊന്നും തന്നെ കശ്മീരിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് അതിനോട് പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, ഒരു വാർത്തയായി ഒരു പക്ഷേ ഇത് പോയി കാണാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, കശ്മീരിലെ ജനങ്ങൾ എന്തെല്ലാമാണ് ഈ ഭീകരവാദം കൊണ്ട് നേരിടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളോ വാർത്തയാക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഇതിന് ഒരു ക്യാമ്പയിനും ഒന്നും തന്നെ വരുന്നില്ല. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നെ ചോദിക്കേണ്ടി വരും, എന്തുകൊണ്ടാണ് നമ്മുടെ കശ്മീരിനെ, സാധാരണ നമുക്കറിയാലോ രാജ്യത്തിനകത്ത് നടക്കുന്ന ഒരു ഇൻറ്റേർണൽ അല്ലെങ്കിൽ ആഭ്യന്തരമായൊരു വിഷയത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരേണ്ടത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അത് നമ്മൾ ഒഴിവാക്കുന്നു. കശ്മീരിലെ ഭീകരവാദത്തെ നമ്മൾ നിസ്സാരവത്കരിക്കുന്നു. മറിച്ച് മറ്റുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇസ്രായേലിലെല്ലാം ഹമാസ് ഭീകരർക്കെതിരെ ഇസ്രായേൽ സൈന്യം നടത്തുന്ന പ്രത്യാക്രമണം അല്ലെങ്കിൽ ആ പ്രതിരോധമാണ് ഇത്തരത്തിലൊരു നെഗറ്റീവ് ക്യാമ്പയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇപ്പോൾ ഈ കശ്മീരിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, ഈ ഭീകരവാദം അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. വർഷങ്ങളായി അവിടെയുള്ള ജനത ഈ ഭീകരവാദത്താൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും.
ശരിയാണ്. കശ്മീരിലെ ആക്രമണങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ആക്രമണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഇരകളാകുന്നത്. 1980-90 കാലഘട്ടങ്ങളിൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ, അതായത് 90കളിലെ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ വലിയ പൈശാചികമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ചരിത്രം പറയുന്നുണ്ട്, അതിൻ്റെ വാർത്തകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ആനിവേഴ്സറികൾ ഇപ്പോഴും ഒരുപക്ഷെ നമ്മളെല്ലാം കാണാറുണ്ട്. 1980-90 കാലഘട്ടങ്ങളിൽ 300-ലധികം കശ്മീരി പണ്ഡിറ്റുകളാണ് കൊല്ലപ്പെട്ടത്. ആ കാലഘട്ടങ്ങളിൽ 3 ലക്ഷത്തിലധികം കശ്മീരി പണ്ഡിറ്റുകൾ ഈ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും തങ്ങളുടെ ജീവൻ രക്ഷിക്കാനും വേണ്ടിയിട്ട് ആ പ്രദേശത്ത് നിന്ന്, സ്വന്തം നാട്ടിൽ നിന്ന്, അതായത് അവർ ജനിച്ചു വളർന്ന അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് 5000-ഓളം വർഷം അവിടെ താമസിച്ചിരുന്ന അവരുടെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് 3 ലക്ഷത്തിലധികം പേരാണ് പലായനം ചെയ്യപ്പെട്ടതായിട്ട് പറയുന്നത്. അവർക്കിപ്പോഴും പലരും ഇപ്പോഴും സ്വന്തം നാടില്ലാതെ, സ്വന്തം എന്താണ് വിലാസമെന്നും പറയാതെ ഇഷ്ടം പോലെ പേര് ഇപ്പോഴും ജീവിച്ചു പോരുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടം, ഈ ഒരു ആക്രമണങ്ങൾ അതിൻ്റെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ കശ്മീരി പണ്ഡിറ്റുകളുടെ കഥ പറഞ്ഞു, ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട്. കാരണം വളരെ ഭീകരവാദത്തിൻ്റെ എന്താ പറയുക, അതെ അതെ, വളരെയധികം ഭീകരവാദം കൊണ്ട് ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനത വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പലായനം പ്രമേയമാക്കുന്ന, അല്ലെങ്കിൽ അവരെന്താണ് അവിടെ നേരിട്ടിരുന്നത് എന്ന അനുഭവം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സിനിമയുണ്ട്, ദി കശ്മീരി ഫയൽസ് എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഈ അടുത്തിടെ അത് ഇറങ്ങുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധിപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സിനിമയ്ക്കെതിരെ പോലും വളരെയധികം വലിയൊരു ക്യാമ്പയിൻ നടന്നിരുന്നു. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. കാരണം അതിൽ പറയുന്നതെല്ലാം തന്നെ വളരെയധികം എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയാണ്. അതിൽ പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്നുള്ള തരത്തിലെല്ലാം കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി പേർ ആ സിനിമയ്ക്കെതിരെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് വരെ വാചാലരാകുന്ന, അതിനെതിരെ പ്രതികരിക്കുന്ന, അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ക്യാമ്പയിനിങ് നടത്തുന്നവരാണ് കശ്മീരിലെ ഭീകരവാദം, ഇത്ര വലിയൊരു പ്രശ്നമായ ഭീകരവാദത്തെക്കുറിച്ച് സംസാരിക്കാതെ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു വിരോധാഭാസം, അല്ലെങ്കിൽ ഒരു നമ്മളൊന്നുകൂടി ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അതെ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ ഭീകരാക്രമണങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ഇതിനൊരു ഏറെക്കുറെ അറുതി വന്നിട്ടുള്ളത് ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷമാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അതിനെതിരെയും ഈ പറഞ്ഞതുപോലെ ഒരുപാട് നെഗറ്റീവ് ക്യാമ്പയിൻസാ. ഇപ്പോൾ ഞാൻ പറയാം, അവിടെ കിടക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഈ ഭീകരവാദം എന്താണെന്ന് ചിലപ്പോൾ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്ന ആളുകൾക്ക് മേ ബി അറിഞ്ഞോളണമെന്നില്ല. കാരണം അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാവാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത്രയും അധികം ഭീകരാക്രമണങ്ങളെ തടയിടാനായിട്ടാണ് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത്. ഒരുപക്ഷെ ഏറെക്കുറെ അതിലൊരു മാറ്റവും വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ വിസിബിൾ ആണ് ആ കാര്യം. കാരണം 370 എടുത്തു കളയുന്നതിന് മുൻപും 370 എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള കശ്മീരിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വിസിബിലിറ്റി ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ് ആ ഒരു വ്യത്യാസം? ഏറ്റവും കൂടുതൽ ആ വ്യത്യാസം വിസിബിൾ ആയിട്ടുള്ളത് നമ്മുടെ ലോക്സഭ ഇലക്ഷന് തന്നെയാണ്. ഇത്രയും കാലം വോട്ട് ചെയ്യാൻ പോലും, തങ്ങളുടെ ജനാധിപത്യം വിനിയോഗിക്കാൻ പോലും കഴിയാതെ കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിലാണ് കൂടുതൽ ആളുകൾ അവിടെ തിരഞ്ഞെടുപ്പിന് പങ്കെടുത്തതും വോട്ട് ചെയ്തതും തങ്ങളുടെ ജനാധിപത്യം വിനിയോഗിച്ചതുമെല്ലാം. അതുപോലെ തന്നെ ഭീകരാക്രമണങ്ങളുടെ കഥ എടുത്താൽ തന്നെ പലപ്പോഴായിട്ട് നിരവധി ആക്രമണങ്ങൾ നടന്നു, കുറേ പേര് കൊല്ലപ്പെട്ടു, ജനങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പലപ്പോഴായിട്ട് കശ്മീരിൽ നിന്നും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അതിൽ വളരെ മൈനസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആക്രമണങ്ങളുടെ കാര്യത്തിൽ വളരെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ 370 എടുത്തതിന് ശേഷമുള്ള കാലഘട്ടം നമുക്ക് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഫാക്റ്റാണത്, നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. അതെ, കൃഷ്ണ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ കശ്മീരിന്റെ വികസനം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ടൂറിസമാണ് പ്രധാനമായിട്ടും കശ്മീരിനുള്ള ഒരു വരുമാന മാർഗം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കോറാണ്. അപ്പോൾ ആ ഒരു
കശ്മീരിൻ്റെ ടൂറിസം വളരെയധികം ആർട്ടിക്കിൾ 370 റദ്ദാക്കി, അമിതാധികാരം റദ്ദാക്കിയതിന് ശേഷം വളരെ പുരോഗതിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല എലക്ഷൻ്റെ കാര്യം പറഞ്ഞു, നിരവധി പേരാണ്, മറ്റേത് ഭീകരരെ ഭയന്ന് ഒരു കാലത്ത് ഒളിച്ചിരുന്നവരാണ് മുഖ്യധാരയിൽ വരികയും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച. അത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണത്. അപ്പോൾ ഇതിൽ തന്നെ ഇത്തരമായ ഒരു കാഴ്ച കാണുമ്പോൾ വളരെ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ അതൊരു വളരെ രസകരവും അല്ലെങ്കിൽ മനസ്സിന് സന്തോഷവുമെല്ലാം തരുന്നതാണ്. അപ്പോൾ ജമ്മു കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ നിർണായകമായ ഒരു പ്രദേശമാണ് ഈ ജമ്മു കശ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് അല്ലെങ്കിൽ അതും നമ്മുടെ എന്താ പറയുക, ഭീകരവാദമെല്ലാം ഒഴിഞ്ഞ് പതിയെ ഒഴിഞ്ഞൊരു സാധാരണ നിലയിൽ ജനജീവിതം ശാന്തമാകുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവിടെ ശാന്തമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ കശ്മീരിൻ്റെ ഭീകരവാദം ഓക്കെ, ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ പറയാം. കാരണം ഇത്തരത്തിലുള്ള ചെറിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോഴും കശ്മീരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കശ്മീരിലെ ഭീകരാക്രമണം ഇസ്രായേലിലും പാലസ്തീനിലും മാത്രമല്ല നമ്മുടെ കണ്ണുകൾ പോകേണ്ടത്, കുറച്ചെല്ലാം കശ്മീരിലേക്കും പോകണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം കശ്മീരും നമ്മുടെയാണ്. നമ്മൾ ഇപ്പോഴും മറ്റ് രാജ്യങ്ങളിലെ ജനതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജനതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കശ്മീരിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക്, ജനകീയ പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം നമ്മുടെ സോഷ്യൽ മീഡിയ കാണിച്ചാൽ കൊള്ളാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്. ഇപ്പോൾ നമ്മളുടെ കേരളത്തിലായിക്കോട്ടെ, നമ്മുടെ കേരളത്തിലായതുകൊണ്ട് കേരളത്തിൻ്റെ മാത്രം കാര്യം എടുത്ത് നോക്കാം. ചെറിയ കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും വളരെ വലിയ സോഷ്യൽ മീഡിയ ചർച്ചകൾ ഉണ്ടാക്കാറുള്ളൊരു സോഷ്യൽ മീഡിയ വേൾഡാണ് നമ്മളുടേത്. ഇനി മാധ്യമത്തിൻ്റെ കാര്യം എടുക്കാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും, ചെറിയ പൊളിറ്റിക്കൽ വിഷയങ്ങൾക്ക് പോലും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സംഭവങ്ങൾക്ക് പോലും മാധ്യമ ചർച്ചകൾ, അന്തിചർച്ചകൾക്കും ഇഷ്ടംപോലെ സ്പേസ് കൊടുക്കാറില്ല. അതിനുവേണ്ടി മത്സരിക്കുന്ന ഒരു മാധ്യമ ലോകമാണ് നമ്മുടേത്. ഇങ്ങനെയൊരു മാധ്യമ ലോകത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു കേരളത്തിൽ ജീവിക്കുമ്പോഴും അതിനോടൊപ്പം ഇത്രയും വലിയൊരു ഭീകരാക്രമണമാണ് നടന്നിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴും അവിടെ ഫോളോ അപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. അതിൻ്റെ ഫോളോ അപ്പുകൾ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. NIA കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. അക്രമികൾക്കായിട്ടുള്ള തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പരിക്കേറ്റവരെ നിരവധി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി ഫോളോ അപ്പുകൾ ഇതിന് സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ പ്രതികൾക്കായി തിരച്ചിൽ നടത്തുന്നതിനൊപ്പം അവിടെ പ്രദേശത്ത് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ നാഷണൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷേ ഈ നാഷണൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വാർത്തകളൊന്നും നമ്മളുടെ മലയാള മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയ പേജുകളിലോ ക്യാമ്പയിനുകളിലോ സ്റ്റാറ്റസുകളിലോ ഒന്നും കാണുന്നില്ല. ഈ പറഞ്ഞതുപോലെ നമ്മൾ പണ്ട് കാലത്തല്ല ഇപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ ആമസോൺ കാടുകളിൽ കൊട പിടിച്ചാൽ മാത്രം പോരാ, ആമസോൺ കാടുകളിൽ മഴ പെയ്താൽ മാത്രം കൊട പിടിച്ചാൽ പോരാ. നമ്മളുടെ കേരളത്തിൽ എന്ത് നടക്കുന്നു, നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് എന്ത് നടക്കുന്നു, നമ്മുടെ ഇന്ത്യയിൽ എന്ത് നടക്കുന്നു, ഇതുകൂടെ നമ്മൾ അറിയണം. പാലസ്തീനിൽ ശരിയാണ്, ഭീകരവാദം എല്ലാവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ്. ആ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോഴും എന്തുകൊണ്ട് നമ്മൾ ആ പ്രശ്നങ്ങൾ ഇടപെടുന്നതിനെയല്ല നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്, ആ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴും എന്തുകൊണ്ട് നമ്മളുടെ രാജ്യത്ത്, നമ്മുടെ അത്രയും സുരക്ഷിതമായി നമ്മൾ നോക്കേണ്ട, അത്രയും സുരക്ഷയ്ക്ക് വില കൽപ്പിക്കേണ്ട നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് ഇത് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നില്ല? നമ്മൾക്ക് നേരെ വന്നാൽ മാത്രമല്ലല്ലോ നമ്മളത് ശരിയാ, കേരളത്തിലല്ല, തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലല്ലായിരിക്കാം, കർണാടകയിലല്ലായിരിക്കാം, പക്ഷേ നമ്മുടെ ഇന്ത്യയിലാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ആർക്കും, എനിക്ക് തോന്നുന്നു, ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം വലിയൊരു ചർച്ചയാകേണ്ട ഒരു വിഷയമായിരുന്നു. അത് ശരിക്കും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഇല്ല എന്നുള്ളത്, എന്തുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അവിടെ അതുണ്ട്, ഇവിടെ ഇതുണ്ട്, എന്തുകൊണ്ട് ഇല്ല എന്നുള്ളത് ആരും ചിന്തിക്കുന്നത് കണ്ടിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ കണ്ണുകളും റഫേലേക്ക് മാത്രം നോക്കിയാൽ പോരാ, കുറച്ചൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്കും മറ്റുള്ള നമ്മുടെ ജനതയിലേക്കും വരട്ടെ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം.